ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റമദാൻ കരീം. ഇന്ന് നമ്മൾ ഇഫ്താറിന് പറ്റിയ ഒരു കിട്ടില്ലൻ സിമ്പിളായിട്ടുള്ള ഒരു ബ്രെഡ് പിസ്സ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ കണ്ടിഷ്ടമായ ലൈക്ക് കമൻറ്റ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് എന്താ ചെയ്യുക, ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ സൈഡൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിതാ ഇതുപോലെ സ്ക്വയർ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടി പറ്റും. പിസക്ക് വേണ്ടിയിട്ട് മാവ് കുഴക്കോ പരത്തോ ഒന്നും ചെയ്ത് സമയം കളയണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാം. പിന്നെ ഞാനിതാ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പോളം പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണ് ബ്രെഡ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മുട്ടയും പാലും കൂട്ടിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പെപ്പർ പൗഡറും ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം സോക്ക് ചെയ്തെടുക്കണം. സോക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ബ്രെഡ് നല്ലോണം ഒന്ന് അതിലേക്ക് കുതിർന്ന് കിട്ടണം. അതുവരെ നമുക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ കുറച്ചും കൂടി ഒരു 1/2 കപ്പിന് അടുത്ത് പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം 1/4 കപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം വീണ്ടും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇതെന്ത് ചെയ്യുക, ഒന്ന് മിക്സാക്കി എടുക്കുക. നമ്മുടെ ബ്രെഡ് നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മളിതാ ഒരു പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് മെൽറ്റായി വരുമ്പോൾ നമുക്കിതാ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ ബ്രെഡിൻ്റെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് തിക്നെസ് വേണം. നമുക്ക് പിസ്സൻ്റെ ബേസായിട്ട് സെറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിതാ എല്ലാ സൈഡും ഒരുപോലെ ആക്കി എടുക്കുന്നുണ്ട്. ഇതുപോലത്തെ കുറേ വെറൈറ്റി സ്നാക്കുകളും വ്ളോഗ്സും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കാം. ഇഷ്ടമായ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിലെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബേസിന് മുകളിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിസ്സ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഞാൻ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഒറിഗാനോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് വെജീസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഒനിയനും ക്യാപ്സിക്കം എല്ലാം ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിന് അതും നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ടോപ്പിങ്സ് എന്താ വേണമെങ്കിലും വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഞാനിതാ കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാൻ നല്ല കളർഫുള്ളായ പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മൾ ചിക്കനും വെജിറ്റബിൾസും ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും ചീസൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ വീണ്ടും കുറച്ച് ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കളർഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒലീവും കോണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ ക്യാപ്സിക്കവും ഒനിയനൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും കുറച്ച് കാണാൻ ഭംഗിക്ക് ചിക്കനും വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ഏകദേശം വേണ്ടി വരും. ചീസൊന്നും മെൽറ്റാണ്ട സമയം മാത്രമേ ഉള്ളൂ. നല്ലോണം കുക്കായിട്ട് കിട്ടും. പിന്നെ മേലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിത് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല സൈഡെല്ലാം നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ചീസെല്ലാം നല്ല സൂപ്പറായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഷോർട്സിലിട്ടപ്പോൾ റെസിപ്പി കാണിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാൻ. ഞാനിതാ കട്ട് ചെയ്ത് കാണിച്ചു തരാം. സൂപ്പർ പിസ്സയാണ്, ബ്രെഡ് പിസ്സ. കണ്ടില്ലേ, നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ടേസ്റ്റിയാണ്. നല്ല സോഫ്റ്റായും ക്രീമി ആയിട്ടുള്ള ബ്രെഡ് പിസ്സ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ കിടിലൻ വെറൈറ്റി സ്നാക്കുകളായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.